സത്യം. ഇതാരാ ഇരിക്കുന്ന ദാദാബായി നവറോജി കുപ്പിയെ കൊച്ചി വിളിച്ച ഇതാര് അറിയാമേലെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സൈലന്റ് ആയി കൊടുക്കടാ എല്ലാരും. എല്ലാവരും മിണ്ടാണ്ടെന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഇവിടെ, ഒന്നും കേക്കുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, താര എനിക്കിത് പറയാണ്ട് പറ്റൂല. ഞാൻ ഇത് ചൊല്ലിയേ ആവണം. ഐ ലവ് യു. കയ്യടി റേഡിയോ കയ്യടി. ഇല്ല പറഞ്ഞില്ല, റിപ്ലൈ പറഞ്ഞില്ല. അല്ല, എനിക്ക് ഷമീരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ഷമീർ സംസാരിച്ചാലോ? അല്ല, ഇവിടെ സംസാരിക്കണോ? നിങ്ങക്ക് ഇവിടെ സംസാരിക്കണതിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങള് മാറി തരണോ? ഞങ്ങൾ മാറി തരണോ? കൊമ്പിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ബ്രോ, നിങ്ങൾ ഇതിന്റെ ഇടയിലാണ്. അല്ല, ഇത് കൊമ്പിനോടാണോ എന്നോടാണോ? ഷമീർ, ഞാനൊരു കാര്യം പറയട്ടെ. അതാണ് നല്ലത്. ഒന്ന് വരുമോ എന്നിട്ട്? എന്തായി ഇപ്പൊ? എന്തായി? ഞാൻ കണ്ടിട്ടൊന്നു. എന്തായി? അവൻ പാവോടാ, മറ്റേ ബീജം ഒക്കെ ഇട്ട് പ്രപ്പോസ് ചെയ്തടാ. സംസാരിക്കണത് എനിമുണ്ടാണോ? എനിമുണ്ടണോന്നാ ആടെ എണിച്ചിട്ട്? 5 മിനിറ്റ് എന്തോ എനിക്കാണ്. ലൈഫല്ലടാ, ലൈഫിനെടുക്കണ ഡിസിഷൻ അല്ലേ ഇതൊക്കെ. ഇപ്പൊ നീ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന വിചാരിക്കുക, അത് 5 മിനിറ്റ് ശരിയാവും. അത് നിന്റെ കോൺഫിഡൻസ് അല്ലേ? അതിന്റെ കോൺഫിഡൻസ് അല്ലേ എന്ന്? അല്ലേ, എന്തൊക്കെയാണെങ്കിലും സംസാരിച്ചില്ലേ? അല്ല, ഞാൻ പറഞ്ഞ എന്തൊക്കെയാണെങ്കിലും നമ്മള് ഒരു യെസ് പറയുമ്പോഴത്തേക്കും മുന്നേ നമ്മള് കൊറേ കാര്യങ്ങൾ ലൈഫിൽ ഇത് ചെയ്യണ്ടടാ. അറിയണം. ഇത് 5 മിനിറ്റില് ആവോ? അത്രല്ലോ. 5 മിനിറ്റിലാ നമ്മടെ ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് എല്ലാം പറയുമ്പത്തേക്ക്. അതൊക്കെ കുറെ പേഴ്സണൽ കാര്യം, അതൊക്കെ നമ്മളെന്നല്ലേ. ഇപ്പൊ നീ ഒരു പെൺകൊച്ചിന്റെ അടുത്ത് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നീ 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 ഒരു ഒരാളുടെ പ്രതീക്ഷിക്കുന്നു? പിന്നെ നിന്നെ സ്നേഹിച്ചാ പെണ്ണായോ? അതാണ് ഇപ്പത്തെ പേടി. ഈ ജനറേഷൻ പെണ്ണിനെ കിട്ടാനാ പണി. കാരണം ഇപ്പൊ ആണുങ്ങളെല്ലാം പെണ്ണായിട്ടുണ്ടാവും. അപ്പൊ അറിയാൻ അറിയോ? അറിയാം. അതന്നെ, ഗർഭിണിയല്ലാന്ന് എല്ലാരും ഇപ്പം. ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താ സംഭവം? ഏത് യൂണിവേഴ്സിലെ ജീവിക്കുന്ന മനസ്സിലാകുന്നില്ല. ആണെങ്ങനെ ആണ് ഗർഭിണി? എന്തിന് വാറ സെറ്റാവേ? അവന്റെ ബ്രേക്കപ്പ് ആയെങ്കിൽ വീട്ടിലിരിക്കാൻ ചന്ദ്രു. ഇപ്പൊ താര പറയണല്ലേ അനക്ക് ബാലില്ലാണ്ട് പറ്റൂല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഓടും. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊല്ലൂടെ.
ഇന്റെ പൊന്ന് സ്റ്റീവ്, നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞ എപ്പോഴും അടിയിൽ മൈൻഡിൽ അടി വെക്കരുത്. അടി 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 അത് വെക്കരുത്. കുറച്ച് പീസാണ്. കാര്യം പറയാൻ അല്ല ഇപ്പൊ നീ എന്താ പറ്റില്ല. പറഞ്ഞില്ല ആരോ ആയിട്ട് അടിയാവോ? അതാരായിട്ട്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് ആയിട്ടില്ല. മനസ്സിലാവും. അത് ശരിയാണ്. നീ അങ്ങോട്ട് പോയി അവിടെ പുതിയ ആപ്പിൾ എന്തിനും സംസാരിക്കണം അങ്ങോട്ട്. അവർക്ക് ഗ്യാപ്പ് അവര് സംസാരിക്കട്ടെ. ചന്ദ്രു, ഞാൻ ആ പെണ്ണിനോട് മുണ്ടി ചന്ദ്രു ഒന്ന് വരുമെന്ന് ചോദിക്കുമ്പോ മൈൻഡ് പോലെ ആക്കുന്നില്ല. ഓള് മാത്രമേ ഈ സിറ്റിയിൽ പെണ്ണുള്ളേ. പിന്നെന്ത് ഒരു മൈൻഡ് പോലെ ആക്കിയില്ല എന്നെ. അറ്റ്ലീസ്റ്റ് ബ്രോ ഒന്ന് സംസാരിക്കാൻ താല്പര്യമില്ല ബ്രോ, അതെങ്കിലും പറയായിരുന്നു. ആരെടുത്ത് ആ പെണ്ണ് ആ കോട്ട് വലിയ ഫോർക്ക് ഇട്ടിട്ടുള്ളതാ. എവിടെ? ഇതാ എടാ അത് അവരൊക്കെ കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡാ? ഓളെ മാപ്പിള പറഞ്ഞിനാ ആരോട് കൊണ്ടണ്ടാ? നിന്റെ അടുത്ത് എടാ വാളിച്ചെറുക്കല്ലേ നീ? നിന്നെ കണ്ടേ വാളിച്ചെറുക്കൻ ലുക്കുണ്ട്. നിന്റെ അടുത്തൊക്കെ എങ്ങനെ സംസാരിക്കാനാ പെൺപിള്ളേര്? ഹലോ എന്തേ എന്താ ഇസ്മായില, നീ ഒരു ആ പെണ്ണിന്റെ വീട്ടിൽ മുണ്ടിയറാ. ആ പെണ്ണ് ഇത് പാടല്ലേ കൊമ്പിയല്ലേ? കൊമ്പിയാ? ഡിപ്രഷനാ? എന്ത് ചെക്കന് വിട്ടിട്ട് പോയാ? ഓൾക്ക് സെമിയാണ് ചെറിയൊരു ഇഷ്ടം. അല്ല ഇപ്പോഴും പ്രശ്നാവല്ല. എന്നാല് അപ്പൊ നമുക്ക് മറ്റേതായിട്ട് കൊമ്പിയല്ലേ ഷെയ്ക്ക് നോക്കണേ? അത് ഭൂമി കൊമ്പി ഭൂമി രണ്ട് വേറെ വേറെ. ഫ്രീ ആണ്, ഒരു സ്ലോട്ട് ഉണ്ട്. ഷൂട്ട് അല്ല ചന്ദ്രൻ അല്ലേ ചേച്ചില്ലേ? എന്ത് അല്ല പെണ്ണേ ഹലോ പെണ്ണേ ഹലോ സ്കോർ ചെയ്ത് ബാലൻ എവിടെ? അവള് പറഞ്ഞേ ഒന്നുമില്ല. എന്താ ഹലോ ഇതാണാ നിനക്ക് ചെവി വെക്കുന്നില്ല? നീ നേരത്തെ ഉണ്ടെ മൈൻഡ് ആക്കത്തേക്ക് ഭയങ്കര കൊള്ളുന്നുണ്ട് കേട്ടാ. എനിക്ക് എന്താ പ്രശ്നം? എന്താ ബാലം വന്നാ? ഷമീർ, ഞാൻ താര. നീ കൊമ്പിനെയാണോ പ്രപ്പോസ് ചെയ്യാൻ വന്നത്? താരാ സോറി, ഒരു മിനിറ്റ്. എന്റെ മാവ് എന്തോ ഒരു കാര്യം പറയട്ടെ ഷമീർ, ഷമീറിനെക്കാട്ടും ആയിട്ടുണ്ടല്ലോ താര. അല്ല കണ്ടത് ഞാൻ എനിക്ക് ബാലന് ശേഷം അങ്ങനെ ആരെ പ്രണയിക്കാൻ തോന്നിയിട്ടില്ല. എന്നാ ബാലൻ ഊമ്പിച്ചല്ലേ അർത്ഥം? ക്യാമറ ചന്ദ്ര ഷെയ്ക്കിന്റെ ഇപ്പുറത്തിരുന്നോ? ഇസ്മാരി നല്ല ക്യാമറ അല്ല എനിക്കറിയാം. അല്ല ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നറിയാം. ഞാൻ പണ്ടാണെങ്കിൽ എപ്പോ ആരും എന്റെ മുമ്പിൽ നിന്നാലും ബാല എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? എന്റെ മനസ്സിൽ അവനുള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതാണോ ബാലൻ? അല്ല സമീരെ കാര്യം പറയാം. ഞാന് ആ ട്രോമ വീണ്ടും എന്നെ വിട്ടിട്ട് പോവെന്നൊരു പേടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വേറെ ആളിനെ സ്നേഹിച്ചാൽ ഇപ്പൊ നീ തന്നെ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്റെ ആ ഒരു ട്രോമ തിരിച്ചു വരുന്നുണ്ട്. നീ കൊമ്പി എന്ന് വിളിക്കുന്നുണ്ട്. താരയാണ് നിന്റെ മുമ്പിൽ നിന്നത്. മനസ്സിലായോ? എനിക്കത് ഒട്ടും തീരുമാനമായി. നീ ആദ്യം അതെ കുട്ടി ആരാ ഇങ്ങോട്ടൊന്ന്? കുട്ടിയുടെ പേരെന്താ? മോനെ അല്ല അല്ല എന്താ ഇപ്പഴേ ശരിക്കും കൊമ്പിയും ഈ പുള്ളിയായിട്ടായിരുന്ന ഇഷ്ടത്തില്? അങ്ങനെയല്ല, ഫസ്റ്റ് താരയും ഷമീറായിരുന്നു ഇഷ്ടത്തിൽ. എനിക്ക് ഒന്ന് കൊമ്പി ഒന്ന് കേറിയായിരുന്നു ജസ്റ്റ്. പക്ഷെ ഷമീർ ഓടിച്ചു വിട്ടതാണ്. അതായത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു വിട്ടതാണ്. എന്തോ കൊമ്പിയായിട്ട്. അപ്പൊ താരക്ക് ഡൗട്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലാണോ? ഒരു ഡൗട്ട് വേണ്ട, ഞാൻ എല്ലാം ക്ലിയർ ചെയ്യാം. എവിടെ
എന്താ മന്ദ വേണ്ട അങ്ങനെ എടാ ചെയ്യില്ലേ? മുച്ചിരി എനിക്ക് വേണ്ടി നീ കൊമ്പിനെ കെട്ടുവാണ്. ഞാനാ ആ വേണ്ട ആന്റി മാർക്കറ്റ് എന്നെ കണ്ടു ചുമ്മാടാ, ഞാൻ പറഞ്ഞോട് കേട്ടാ നീ. ആ ആയി പിന്നെന്താക്കുന്നത് അങ്ങനെ ഒരു പെണ്ണ് കെട്ടിട്ട് ഉള്ളിലിപ്പ് കൊള്ളാം, തലയടിച്ചു പൊളിക്കും ഞാൻ നായേ. ഹലോ പെണ്ണ ഹലോ ഐ ലവ് യു ഹലോ ചന്ദ്രല്ലേ പറഞ്ഞ ചുമ്മാടാ, നായേ. ആ മൈൻഡാക്ക നേരത്തെ ഉണ്ട് എന്നെ കൂടെ മൈൻഡാക്കാണ്ടിരിക്കുന്ന ഒന്ന് മൈൻഡാക്കോ പ്ലീസ് കിടാൻ വയ്യ പ്ലീസ്. നമ്മൾ ഈ പെണ്ണുങ്ങളോട് ഒന്നാമത് സംസാരിക്കലില്ല. ഹലോ എക്സ്ക്യൂസ് മീ കുട്ടി. ഹലോ മോളെ കേൾക്കുന്നുണ്ടാ? വിഷമിക്കണ്ട, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിലും നമ്മള് വിചാരിക്കുന്നതല്ല ശരിക്കും സംഭവിക്കുന്നത്. ഇപ്പം കുട്ടിക്ക് ഷമീറിനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഷമീറിനെ ഇഷ്ടം തിരിച്ച് കുട്ടിയുടെ അടുത്ത് ഉണ്ടാവണമല്ലോ. ഹലോ എന്തോ ഞാൻ കേട്ടില്ലായിരുന്നു. അയ്യോ നമ്മളങ്ങ് അപ്പൊ മൂജി അല്ലേ? കുഴപ്പമില്ല ഒന്നര എന്റെ വെയിറ്റ് ഞാൻ മാറുന്ന ഒന്നുകൂടെ വരാം പ്ലീസ്. അത് ആ ഒരു ഫ്ലോയില് പറഞ്ഞു പ്ലീസ് ചന്ദ്ര അത് ഒന്നുകൂടെ വരാം പ്ലീസ്. ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണല്ലോ. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലോ. നമ്മള് ലൈഫ് അങ്ങനെ ഞങ്ങക്ക് കിട്ടാൻ നോക്കട്ടെ. ആദ്യം ബേസ് ചോദിക്കാം. ഹലോ പെണ്ണെ നിന്റെ ബേസ് എത്ര ഒന്ന് അറിയാൻ എന്റെ ആഗ്രഹം പ്ലീസ്. നിന്റെ ബേസ് എത്ര? വെയിറ്റ് നേരത്തെ 20 ആയിരുന്നു. 5 വയസ്സിന് കുഴപ്പമില്ല. നിങ്ങക്ക് ഇപ്പൊ നമ്മുടെ മനസ്സിന് ഇപ്പൊ ധൈര്യമാണ് വേണ്ടുന്നത്. ഇപ്പം കടുങ്കൈ എല്ലാം കാണിച്ച് ഇതിലോട്ട് കുട്ടിയുടെ മനസ്സ് ചിലപ്പോ ഇതിലോട്ട് ചാടി മരിക്കാൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പെങ്കൊച്ച് ചുമ്മാ ഒന്നും പറയല്ലേ, വെറുതെ മനസ്സിന്റെ ധൈര്യം. ഞാനേ ഒരാളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീവേ. നിങ്ങൾക്ക് കൊമ്പി ചന്ദ്ര സീരെന്തിനറിയോ? അവിടെ ഉണ്ടല്ലോ, അവിടെ അവള് അവന്റെ അടുത്ത് ഇങ്ങനെ ഡബിൾ മൈൻഡ് നിൽക്കുന്ന കാരണം അറിയോ? അവൻ എപ്പോഴും അവളെ കാണുമ്പോ കൊമ്പി കൊമ്പിന്നാ മാറി വിളിക്കുന്നേന്ന്. അതാണല്ലേ കൊച്ചി. ഞാൻ കാര്യം ചോദിക്കട്ടെ, കുട്ടിക്ക് ഷമീറിനെ ഇഷ്ടമാണ് അല്ല അങ്ങനെ എന്തേലും? ഒന്ന് കടല് നോക്കാണ്ട് കൊച്ചി സ്പേസ് എനിക്കിഷ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഇഷ്ടം താരേനെയാണ്. കൊമ്പി അങ്ങനെ നമ്മുടെ ഇഷ്ടം വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം കഷ്ടമായി. ഞാൻ പറയാണെങ്കിലേ ഈ ഓൺ സൈഡ് ലവിന്റെ പവർ എന്താണെന്നറിയോ? ഈ ഓൺ സൈഡ് ലവിന്റെ പവർ എന്താണെന്നറിയോ കൊമ്പിക്ക്? ശരിക്കും ഈ ഓൺ സൈഡ് ലവിന് ഒരു പ്രത്യേക പവറാ ശരിക്കും. സ്നേഹം ഫീലിംഗ് ഫ്രം ദ ഹാർട്ട്. മതി കൊമ്പി ചാടല് നമുക്ക് എന്ത് വേണം ചാടല്. എനിക്ക് അത്ര പറഞ്ഞു ചാടല്. നമ്മളുണ്ട്, ഞാനുണ്ട്. ചന്ദ്രന് അലിയൻസില്ലേ? കുറച്ച് കാര്യങ്ങൾ ചന്ദ്രന് അലിയൻസില്ല പിന്നെ അത് വേറൊരു കാര്യം വേണം. ഞാൻ വല്ല മണ്ടേന്നും തറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യൂല ലൈഫിൽ. ഇപ്പം നമുക്കുള്ള ആൾ എപ്പോഴേലും നമ്മളെ തേടി വരും അല്ലേ? ഇപ്പം ഈ മുച്ചിരിക്ക് തന്നെ ഇപ്പൊ 20-18 വയസ്സേ ഉള്ളൂ. എവന്റെ കൊച്ചിപ്പോ ജനിച്ചിട്ട് കൂടി ഉണ്ടാവൂല, മനസ്സിലായില്ലേ? അല്ലേ മുച്ചിരി? എന്റെ കൊച്ചെന്ത് ജനിച്ചിട്ടില്ല. അല്ല മംഗലം കഴിക്കാനുള്ള കൊച്ചി ഇതുവരെ ജനിച്ചിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞാൽ അത് ശരിയാ. എല്ലാത്തിനും ഇപ്പം ഓരോ നെൽമണിയിലും എഴുതിയിട്ടുണ്ടെന്നല്ലേ പറയണം. അവര് കഴിക്കേണ്ട ആ നെൽമണി. അതുപോലെ കുട്ടിക്കുള്ള ചെറുക്കൻ എവിടെയാണെങ്കിലും കുട്ടിക്ക് തന്നെ കിട്ടും.
അത് എവിടെയാണെങ്കിലും അത് ഏതോന്റെ തോളത്തിലുള്ളവനാണെങ്കിലും. പക്ഷെ നമ്മള് സ്നേഹിച്ചിരിക്കണമല്ലോ. എടാ പരപ്പൂറി മോനെ, നീ എങ്കിൽ ഇടയ്ക്ക് ഓടിക്കാൻ നോക്കല്ലേ കേട്ടാ. സാർ സാർ ആ 91% പിന്നെ നമ്മളിങ്ങനെ ഒരു ചന്ദ്രു റൈറ്റ് കൺട്രോൾ നിക്കിട്ട് കേറ്. ഇതൊക്കെ എവിടുന്ന് പഠിക്കണോ എന്റെ അമ്മോ. ചന്ദ്രു റൈറ്റ് കൺട്രോൾ കിടന്നിട്ട് കേറ്. ഞാൻ കാണിച്ചു തരാം നോക്കാം. നമുക്ക് സ്പേസ് തരുമോ? ആരാണ്? ഉസ്മയിലാണോ? ഇസ്മാൻ അല്ല, ഉസ്മാൻ എന്താ ഇസ്മാൻ ഇങ്ങ എന്താ 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 അവിടെ എന്താ? അവിടെ എന്തോ എന്തൊക്കെ പറയണ്ട്. കൊമ്പിനെ ഇന്റർഫിയർ ചെയ്യിപ്പിക്കണോ? ആ കൊമ്പി ഓന്റെ ഒപ്പം നടക്കണ്ട്. അതെന്താ സംഭവം ചോദിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും കൊമ്പിക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല. അതെ കൊമ്പി, ഞാൻ കാര്യം പറട്ടെ സ്റ്റീവ്, അതിന്റെ മൊട്ടേഷൻ മതി. കൊമ്പി എന്താടാ മൈൻഡ് ഓരോ പറഞ്ഞേ? കൊമ്പിനെ ചന്ദ്രൻ എടുക്കാൻ നോക്കാം. നായേ ഭയങ്കര പൂക്കി കൊമ്പി നമുക്കൊന്ന് എന്റെ മുമ്പിൽ ചാടിച്ചാൽ സമ്മതിക്കൂല. ഞാൻ മുമ്പിൽ മാറത്തില്ല. കൊമ്പി നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ ഷമീറിന്റെ അടുത്ത്? അതെ കുട്ടി, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഈ കൊമ്പാച്ചന്റെ ആരെങ്കിലാണോ? സോറി അല്ല, അതാണ് നല്ലത്. അതാണ് ചന്ദ്രു വേണ്ട. കൊമ്പി ഒന്ന് ഷമീറിന്റെ അടുത്ത് നമുക്ക് സംസാരിച്ച് ഇതൊന്ന് നമുക്ക് സോർട്ട് ചെയ്താലോ? ചന്ദ്രു വേണ്ട പ്ലീസ്. അവനവിടെ അവളായിട്ട് അതന്നെ വേണ്ട വേണ്ട വേണ്ട. അവന് നിന്റെ ഇഷ്ടം മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഇഷ്ടപ്പെടണം. നിനക്ക് നിന്നെ തേടി വരുന്നവനെ നീ കണ്ടെത്തണം. സൈക്കിളൊക്കെ ചുറ്റി കിടക്കുന്നത് ഇവിടെ എന്താ? ശവപ്പറമ്പായത്? എടാ ആൾക്കാരൊക്കെ എന്തേ? ഇതെന്താ കല്യാണം ഇവിടെ ശവപ്പറമ്പായ പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? അറിയില്ല, കഥയല്ല ഇത് ജീവിതാന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. ഇതെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അക്സെപ്റ്റ് ചെയ്തേട്ടാ? അത് ഞാൻ ചോദിക്കുന്ന അവരെവിടെ? ഒന്ന് പാളിസിക്ക് നമുക്ക് ഷെയ്ക്കിനാരും ഫോർവേഡ് ചെയ്തല്ല. ഇതൊരു അവസരമാണ് ഷെയ്ക്ക്. ഇത്ര ആൾക്കാരെ ഇടയിൽ നിന്ന് പോയിക്കുന്നില്ലാറല്ലോ ഒറ്റക്ക് പോയിക്കുന്നതാണ്. മനസ്സിലായ? അല്ല ഓ മിനാന്ന് പറഞ്ഞേ ഒരു കുയി സെറ്റാക്കി വെച്ചിന്. അതേടെ മാമോസേ. എടാ അപ്പൊ മറ്റേ കുട്ടി എന്തി? അവരെന്തി കുട്ടി എന്തി? കുട്ടി എന്തി? ചന്ദ്രു ഫുഡില്ല നമുക്ക്. കഴിക്കാനടാ നമുക്ക് ചോദിച്ചാലോ പോയിട്ട്? എന്തായാലും വന്നേ കുഴപ്പമില്ല. നമ്മെന്ത് കളരെ നമ്മളെ പെണ്ണാന്നോ പോയ പാട്ട. ഫുഡ് അങ്ങോട്ടോ ഷെയ്ക്കിനെടുത്തോ പ്ലീസ്. നമുക്ക് വെസ്നേറ്റ് ചെയ്യുന്നില്ല. ഷെയ്ക്കിന്റെ എടുത്തോ. ആ പിന്നെ നമ്മളെ വിളിച്ചെന്തിനി? കാണാൻ വേണ്ട അയ്യോറെ ബേജാറ്. പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഫുഡ് വിളിച്ചേക്ക്. ഫുഡ് അത് കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കിട്ടിയാ മതി. ചന്ദ്രു എന്നെ കൂട്ടിയിട്ട് വന്നേ. ചന്ദ്രൻ കൂട്ടിട്ട് വന്നേ കുഴപ്പമില്ല. എന്റെ കൂടെ നമ്മുടെ ചന്ദ്രു ഞങ്ങക്ക് പറയാ അറിയാഞ്ഞിട്ടല്ല ചന്ദ്രു, പിന്നെ പ്രശ്നാക്കണ്ട വിചാരിച്ചിട്ടാ. മനസ്സിലായാ? പറയാനേ 100 ഇരട്ടി ഞങ്ങക്ക് പറയാ അറിയാ. മനസ്സിലായാ? പിന്നെ പ്രശ്നാക്കാൻ ഞങ്ങക്ക് താല്പര്യമില്ല. അവൻ മുക്കും എന്റെ കൂടെ. കാര്യം പറട്ടെ, അത് അവരിപ്പോ ആ ഒരു മാനസിക സംഘർഷത്തിൽ. എന്ത് മാനസിക? പിന്നെ ഫുഡ് വേണം. പിന്നെ നമ്മളെ വിളിച്ചെന്തിന്? ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? പിന്നെ ആ ഫുഡ് പിന്നെ ചന്ദ്രൻ കൂട്ടിയാണ് വന്നേ.
ഞാൻ വരില്ല, ഞാൻ ഒന്നും വരില്ല. ടീനെ കളിച്ച് തന്നെ ചോദിക്കാം നൈസായിട്ട് ചോദിക്കാം, ഒതുങ്ങിയിട്ട് ചോദിക്കാം നമുക്ക് നൈസായിട്ട്. നടങ്ങ്. ആ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, ഞാൻ അങ്ങനെ പോക്കുണ്ട്. ഞാൻ ബർഗർ തിന്നാനും പിസ തിന്നാനും ഞാൻ പോക്കുണ്ട്. അങ്ങനെ ഞാൻ പോകും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഫുൾ പറയുന്നതായിട്ടാണ് ഇങ്ങനെ എന്തെല്ലോ പറയില്ല. എവിടെ ഈ ഫുഡ് കൊടുക്കുന്നത്? അങ്ങനെ പറഞ്ഞതാ. ചന്ദ്ര ഒന്ന് അങ്ങോട്ട് പോയാ, കുറച്ചങ്ങോട്ട് പോയാ. ചന്ദ്ര ഇതെന്താ പിസയും ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിസന്റെ കഥയല്ല പറയുന്നത്. അവർ തമ്മിലുള്ള സ്റ്റോറി ഇങ്ങനത്തെ ഞാൻ സേട അങ്ങോട്ട് സേട പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് അങ്ങോട്ട് കരയണോ പാവം. അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കല്ലോ ചെയ്തേ. അല്ല പെണ്ണെ 20 വയസ്സുള്ള ഇങ്ങോട്ടോ നമ്മ ഫ്രണ്ട്സ്. നിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇവന്റെ സിറ്റിയില് ഒരേ വയസ്സുള്ള ഒരേ ഒരാള്. പിന്നത് അല്ലക്കളെ 2 വയസ്സിനല്ലേ നീ മൂത്തത്, ബാക്കി എല്ലാരും ആന്റിമാറാ. നീ പിന്നെ ചേച്ചിന്നങ്ങ് വിളിക്കാം. ആ ബ്ലേക്കിന്ന് വിളിച്ച ആളെ എത്ര വയസ്സാ നിങ്ങക്ക്? അല്ല ബ്ലേക്ക് അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സ്? നിങ്ങക്ക് കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന്? അല്ല മറ്റേ റെഡ് ഇതെന്താ ഇത്? ഒന്നില്ല അല്ല യവനെ പ്രേമിക്കാൻ വേണ്ടിട്ട് ഒരാളെ നോക്കി നടക്കും. ഇവന്റെ അതേ ഏജിലുള്ള ഒരാളെ. മനസ്സിലായ? മറ്റേ ടീഡിയം അല്ലേ, അവിടെ നിൽക്കുന്ന സമയത്ത് ആരൊക്കെ 2 ആമ്പിള്ളേര് കിസ് എന്ന് കണ്ടായിരുന്നു ഞാൻ. ഓ കണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇടുന്ന് വിട്ടെ ചന്ദ്ര, ഇടുന്ന് വിട്ടെ ചന്ദ്ര, ഇടുന്ന് ഒന്ന് വിടോ ചന്ദ്ര. ഒന്ന് ഇല്ല സംസാരിക്കാൻ താല്പര്യമില്ല ചന്ദ്ര. പ്ലീസ് ചന്ദ്ര ഒന്ന് ഇടുന്ന് വിട് പ്ലീസ് പ്ലീസ്. എന്തൊക്കെയാ പറയുന്നേ? കിസ് ചെയ്യുന്ന പറഞ്ഞ കൊമ്പി ഒരു ഫീലിക്സ് ഉണ്ടാകുമ്പോ ചോറ് കഴിക്കില്ല. അത് എടാ കേക്കാത്തവർക്ക് വേണ്ടി താര ഒന്നും കൂടി പറയുന്നതാണ്. താര സൈലൻസ് ഒന്നുകൂടി പറഞ്ഞാ കേട്ടിട്ടില്ല. അല്ല കേക്കുന്ന ആൾക്കാർ കേട്ടതും അതില്ലേ. അല്ല ഒന്നും കൂടി താര നാക്ക് കേട്ടിട്ടില്ല. താര നാക്ക് കേട്ടിട്ടില്ല. താര ഒന്നുകൂടെ പറയ്. താരക്ക് ഇഷ്ടമാണോ ഷബീറിനെ? എന്നാലേ നമുക്ക് ഫുഡ് കിട്ടും പ്ലീസ്. താര ഷമീറിനെ ഇഷ്ടമാണോ? ഒന്നുകൂടി പറ. അല്ല നമ്മളിനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് എന്റെ അമ്മ പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല, നമ്മളെ എന്റെ അമ്മ പറഞ്ഞ ഇഷ്ടം. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. ഷമീർ പറഞ്ഞല്ലേ എന്റെ അമ്മോട് ഇഷ്ടപ്പെടണം പറഞ്ഞിട്ട് പറഞ്ഞ ഇഷ്ടമല്ലെന്ന് പറയണോ? ഷമീർ പറയണോ എന്റെ അപ്പോളെ ബ്ലാക്ക് കോട്ടിട്ട് പ്രോ ഇറങ്ങിയ കല്ല് വന്ന് എന്തിനാ ഇത്ര ഡിലേ? എടാ ഈ വൈറ്റ് ഡ്രസ് ഇട്ടാണ്ട് ഈ റോസ് പിങ്ക് എയർ ഉള്ള ചങ്ങായിരാണ് കൊറേ നേരം ഇതിനെ നടുവിൽ വെക്കുന്ന. ഇത് കൊറേ ആളുണ്ട്. എന്റെ ഹൃദയത്തിൽ എന്നും സ്ഥാനം നിനക്കാണ്. ഐ ലവ് യു. എന്താ മോബി നീ എന്താ ഇല്ലാന്ന് പറയുന്നത്? അടിപൊളിയാണ്. ഷമീറേ കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റുലേഷൻ. ലെറ്റ്സ് ഗോ. ഫുഡ് നമുക്ക് തിന്നാനേ എന്തെങ്കിലും കിട്ടിനെ പോവാൻ.